സ്വയം മുറിവേൽപ്പിക്കുന്നവരുടെ ബലിക്ക് ജീവന്റെ ഉൽപ്പത്തിയോളം പഴക്കമുണ്ട്. അവൻ അലഞ്ഞത് ഏകാഗിയായിട്ടായിരുന്നില്ല. കൂട്ടമണികൾക്ക് വേണ്ടി ഞങ്ങൾ കാതോർത്തപ്പോൾ അവൻ ഒരുമിച്ച് പൊട്ടിത്തെറിച്ചസ്തമിക്കുന്ന ഒരു പകലിനെ സ്വപ്നം കണ്ടു. കൂട്ടമണികൾക്ക് വേണ്ടി ഞങ്ങൾ കാതോർത്തപ്പോൾ അവൻ ഒരുമിച്ച് പൊട്ടിത്തെറിച്ചസ്തമിക്കുന്ന ഒരു പകലിനെ സ്വപ്നം കണ്ടു. അവൻ വാർത്തകൾ സൃഷ്ടിച്ചില്ല, കാഹളങ്ങൾ ഉയർത്തിയില്ല. പക്ഷേ എൻ്റെ മനസ്സിലേക്ക് നിശബ്ദതയോടെയായിരുന്നു അവൻ കടന്നു വന്നത്. കാറ്റിനെ കീറിമുറിച്ച് കടലിനെ പിളർത്തിക്കൊണ്ട് നീ ഒടുവിൽ കൊതിച്ചത് ഏതു മഞ്ഞിന്റെ തണുപ്പായിരുന്നു. മരണത്തിന്റെ ദുരിതശൈത്യം തൊണ്ടക്കുഴയിലൂടെ അരിച്ചിറങ്ങിയപ്പോൾ നീ എന്നെ ഓർത്തിരുന്നെന്നോ? മരണത്തിന്റെ ദുരിതശൈത്യം തൊണ്ടക്കുഴയിലൂടെ അരിച്ചിറങ്ങിയപ്പോൾ നീ എന്നെ ഓർത്തിരുന്നെന്നോ? +2 വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പഠിച്ചിരുന്നത്. മാനസികമായിട്ടോ ശാരീരികമായിട്ടോ അവനക്കൊരു പ്രശ്നമുള്ളതായിട്ട് എനിക്കറിയില്ല. അവൻ ഭയങ്കര എനർജറ്റിക്കായിരുന്നു. എന്തും ചെയ്യാനുള്ളൊരു ധൈര്യം അതവനുണ്ടായിരുന്നു. ആരുടെ മൂത്ത് നോക്കിയും എന്തും പറയാനുള്ളൊരു ധൈര്യം അവനുണ്ടായിരുന്നു. എന്തും പറയാനുള്ളൊരു ധൈര്യം. ഞങ്ങളൊക്കെ കോളേജിൽ ചേർന്നപ്പോൾ ചേരാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവൻ്റെ മനസ്സിനെ ബാധിച്ചിരുന്നോന്നറിയില്ല. അവൻ്റെ കുടുംബാന്തരീക്ഷം വെച്ച് നോക്കുമ്പോൾ തുടർന്നുള്ള സ്റ്റഡീസ് സംശയം തന്നെയായിരുന്നു. അമലായിരുന്നു അവൻ്റെ ആത്മാവ്. ഞങ്ങളൊക്കെ വെറും കൂട്ടുകാര്. പക്ഷെ അമൽ ആരെങ്കിലൊക്കെ കണ്ട് സ്വാധീനിച്ച് കാര്യം നേടാൻ ഞങ്ങളൊക്കെ എപ്പോഴും പറയാറുണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ അവൻ പറഞ്ഞത് ജീവിതത്തിൽ നിന്ന് പഠിച്ചോളാന്നായിരുന്നു. പക്ഷേ എവിടെ വെച്ച് എൻ്റെ മനസ്സിൻ്റെ താളം തെറ്റിയത് അതറിയില്ല. അവന് വട്ട് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നവരും. അവൻ്റെ കവിതകൾ ഞാനായിരുന്നു ചൊല്ലിയിരുന്നത്. ഒരുപാട് സമരങ്ങളിൽ, വേദികളിൽ, ഉപരോധങ്ങളിൽ. അതൊക്കെ ഓർക്കുമ്പോൾ പറ്റണില്ല.
was his English teacher. അവനെ എനിക്ക് നന്നായി അറിയാം. A very promising student with clear perspective. And I think that was reflected in his demeanor. പ്രത്യേകിച്ചും അവൻ്റെ പഠനകാര്യങ്ങളിൽ. He finished top in the exams and secured the first rank. And yet, it baffles me to think what has happened. I don't know. It's really unfortunate. Why on earth did you do this? ആ കുട്ടി ഇതെന്തിനു ചെയ്തു? വാക്കുകൾക്കിടയിലേക്ക് മൗനം കടന്നു വരുമ്പോൾ വല്ലാത്തൊരു സംഗീതമുണ്ട്. കേൾക്കാനാവുന്നുണ്ടോ നിനക്ക്? അവനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്ന് അവൻ പോയതിനു ശേഷം മനസ്സിലാക്കാൻ കഴിഞ്ഞു. പൊരുതി തളർന്നാലും ഒരിക്കലും ഒരു ചാവേറാവരുതെന്ന് അവൻ ഉറപ്പായിരുന്നു. അതായിരുന്നു അവൻ. ഞാൻ മൃതപ്പെട്ട ഒരു നഗരം. എൻ്റെ മുറിവുകൾ ലോകത്തിൻ്റെത്, എൻ്റെ നീറ്റലുകൾ തടഞ്ഞു നിർത്തപ്പെട്ട ജലാശയങ്ങളുടേത്. എൻ്റെ വാക്കുകൾ അവസാന ശ്വാസം വലിക്കുന്ന മീൻ കുഞ്ഞിൻ്റെ കരയിലേക്ക് നീന്തി കുതറി വീണ് അത് ജലജന്മത്തെ ഓർക്കുന്നു. എൻ്റെ കൈകളിൽ വഴിതെറ്റിയവരുടെ വിലാസങ്ങൾ, എൻ്റെ ശിരോരേഖയിൽ ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകൾ. അവനെ വല്ലാതെ മിസ് ചെയ്യുന്നുടാ. മംഗലാപുരത്തോ മറ്റോ ചേരാൻ പോയ ഞാനാ. ഇവന്റെ ഒറ്റ വാക്കിട്ടാ ഞാനിവിടെ വന്നത്. ഇവൾക്കായിരിക്കും വലിയ വിഷമം. ഇവളെല്ലാം ബെസ്റ്റ് ഫ്രണ്ട്. നമ്മളൊക്കെ ആര്? ശരിയാ, എനിക്കും പോവായിരുന്നു ബാംഗ്ലൂരോ കോയമ്പത്തൂരോ ഒക്കെ. പക്ഷെ എന്തോ അർഹതയില്ലാത്തതല്ലേ നമുക്കൊക്കെ ഈ സൗകര്യങ്ങൾ. അവനെ ഓർക്കുമ്പോൾ പുച്ഛം തോന്നുക സ്വയം. മനസ്സ് അംഗീകരിക്കുന്നില്ല ഒന്നും. കാറ്റുപോൽ ചിതറിക്കിടക്കയാണ് കാലം, കരകവിഞ്ഞൊഴുകുന്ന കാവൽ മരണങ്ങൾ.
കാത്തു നിൽപ്പതില്ലാരും കടവത്ത് കാഴ്ച പറ്റിയ കണ്ണുമായി. മനുഷ്യനല്ല എന്നുമല്ല, പണത്തിനാണ്. ചരിത്രം മാറി മാറി വരുമ്പോ ഇനി ഈ അവസ്ഥയും മാറും. മനുഷ്യന്റെ ഓരോ അവയവും മാർക്കറ്റിൽ കിട്ടും. മാർജിൻ ഫ്രീ പോയി തരം നോക്കി തിരഞ്ഞെടുക്കാം. മുഖം പറ്റിയില്ലെങ്കിൽ മാറ്റിവെക്കുക, എന്തിന് മനസ്സ് പോലും മാറ്റിവെക്കാം. എനിക്ക് വിധിച്ചിട്ടില്ലെങ്കിലും ഞാൻ നേടുകൂടാ. നിങ്ങൾ ധൈര്യമായിട്ട് കോളേജിൽ പോക്കോ. എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. ജീവിതം ചോർന്നു ചോർന്നു പോവാണ് ഓരോ നിമിഷം. മനുഷ്യൻ ജനിക്കുമ്പോഴേ അവന്റെ വിധിയിൽ വരച്ചിടുക വ്യവസ്ഥകൾ. ചിലപ്പോൾ അതെന്റെ ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമാവും. അങ്ങനെയല്ല ഇസായിർ പറയാറ്. വാക്കിന്റെ അഗ്നി വിഴുങ്ങി പുഴുത്തൊരൻ നാവുമൂളും കവിതകളല്ലാതെ ഇല്ല, തരാനുണ്ടാകയില്ല നോവും ഹൃദയത്തിൻ പ്രണയപാപങ്ങളല്ലാതെ. ഇനി വരാൻ പോണ കാലം പ്രണയങ്ങളുടെയും തത്വശാസ്ത്രങ്ങളുടെയും ഒന്നുമല്ല. എന്തിന് ജീവിതത്തിൻ്റെത് പോലുമല്ല. മരണത്തിനടി കിടന്ന ഒരിത്തിരി സമയം, അതിനകത്ത് കിടന്നൊരു പിടച്ചിൽ. സ്പീഡ് സ്പീഡ്. കോർപ്പറേഷനിൽ ഒരു വിരോധമുണ്ട്. നമ്മുടെ അരവിന്ദനൊക്കെ വരുന്നുണ്ട്. ഞാൻ പോവാ. ഞാൻ ഒരായുസ് കൊണ്ട് മരണത്തെ വരയ്ക്കാൻ പാടുപെടുന്നവൻ. ഓർമ്മകൾക്കും മറവികൾക്കുമിടയിൽ കുരുങ്ങിപ്പോയ ഒരു ഇളം ഇല. പച്ചയുടെയും തണുപ്പിൻ്റെയും മഞ്ഞുരുക്കങ്ങളുടെയും പ്രണയം കൊതിക്കുന്നവൻ. ഉടഞ്ഞുപോയ കപ്പലിൽ നിന്ന് ഭൂമിയുടെ ഒടുങ്ങാത്ത സൗഹൃദം കൊതിക്കുന്നവൻ. മനുഷ്യൻ മനുഷ്യൻ. ലോകാവസാനം വിധിക്കു ഞാൻ കാത്ത് കഠാര തൻ മൂർച്ചയിലന്തിയുറങ്ങുമ്പോൾ കൂട്ടുകാരാ നിന്റെ ഇമകളറുത്തു നീ നീട്ടുക കണ്ണീരിനുപ്പിനാൽ രക്താർച്ചന. യാത്ര ഒരു അനുഭവമാണ്. എന്തിനേയും ഏതനുഭവത്തെയും നിസ്സാരമാക്കുന്ന ഒരു അനുഭവം. പിന്നെ എന്തിനത് ചെയ്യുന്നു എന്ന്, അതിൻ്റെ ഒരു ഒബ്സഷൻ. മരിക്കും വരെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും വല്ലാത്തൊരു നിലവിളി ഉണ്ട് ഉള്ളിൽ. പുഴകളെ കൊല്ലായിരുന്നൊക്കെ ലോകം മുഴുവൻ നടന്ന് പറയാൻ ഞാൻ. പക്ഷെ എൻ്റെ ഉള്ളിലൊരു പുഴയുണ്ട്. ഞാൻ അറിയാതെ പറ്റുകയും നിറയുകയും കവിയൊക്കെ ചെയ്യുന്ന ഒരു പുഴ. ഓർത്തു വയ്ക്കുക കാട്ടിൽ പറവകളായി നാമലഞ്ഞ രാത്രികൾ. വഴിതെറ്റിയോരോ മരങ്ങളും നോവിച്ച കീറിമുറിഞ്ഞ ചിറകിൻ്റെ പാടുകൾ. ചേർത്തു വയ്ക്കുക പൊഴിഞ്ഞ തൂവലിന്നോർമ്മകൾ. കാണുവാൻ സ്വപ്നങ്ങൾ തൻ സ്വപ്നം ജനിക്കുന്ന കാഴ്ചകൾ. മുറിവിൻ്റെ കാൽപ്പാടുകൾ നീട്ടി നാം നടക്കുന്ന തായ്വേരുകൾ ചുംബിച്ച വ്യോമ സംഗീതിക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയിരുന്നത്? ഫൈറ്റോ കെമിക്കൽസ് അല്ലേ? ഒന്ന് ഓർത്ത് നോക്കിയേ, ഒന്നും കൂടി ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചു നോക്കിയേ. വാട്ട് ആർ ഫൈറ്റോ കെമിക്കൽസ്? എന്താ ഫൈറ്റോ എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം എന്താ? ഫൈറ്റോ ഈസ് റിലേറ്റഡ് ടു പ്ലാന്റ്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫൈറ്റോ കെമിക്കൽസ് മസ്റ്റ് ബി ദ കോമ്പൗണ്ട്സ് എക്സ്ട്രാക്റ്റഡ് ഫ്രം പ്ലാന്റ്സ്.
നമുക്ക് എക്സാമ്പിൾസ് ഏതാ കൊടുക്കാൻ പറ്റുക? നേച്ചറിൽ നിന്ന് തന്നെ, പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് കോമ്പൗണ്ട്സ് നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റും അല്ലേ? ടിപ്പിക്കൽ എക്സാമ്പിൾ അതിന് പോളിമേഴ്സ് ആയിട്ട് വരുന്ന പോളിപെപ്റ്റൈഡ്സ് അഥവാ പ്രോട്ടീൻസ്, ആൽക്കലോയിഡ്സ്, ഇങ്ങനെ നമുക്ക് ധാരാളം എക്സാമ്പിൾസ് ഫൈറ്റോകെമിക്കൽസിന് കൊടുക്കാം. കാർബോഹൈഡ്രേറ്റ്സിനൊക്കെ എങ്ങനെയാണ് എക്സാമ്പിൾ കൊടുക്കുക? ടിപ്പിക്കൽ എക്സാമ്പിൾ ഫോർ കാർബോഹൈഡ്രേറ്റ്സ് ഈസ് ഗ്ലൂക്കോസ്. പെട്ടെന്ന് ഓർമ്മ വരുന്ന എക്സാമ്പിൾ ആണ്. ശബ്ദം പെരുക്കുന്നു, നാവിലരിച്ചിറങ്ങുന്നു സ്നേഹത്തിൻ വിരൂപ സമാധികൾ. മാപ്പു ചോദിക്കാൻ ചോരയ്ക്ക് ഇവർ നൽകുന്ന അർത്ഥം തണുത്ത് ദുർഗന്ധമുള്ള ഒരു വെള്ളമെന്നാണ്. കാഴ്ചക്കാരിൽ ഒരുവൻ മാത്രമായി ഒടുങ്ങുന്ന ഞങ്ങൾ പുൽക്കൊടികൾ മാത്രമല്ല. ഒരു പ്രളയത്തിനും ഞങ്ങളെ കടപുഴക്കാനാവില്ല, ഒരു കാറ്റിനും ഞങ്ങളെ ഒടിച്ചു മുടക്കാനാവില്ല. വെറും മൂകസാക്ഷികൾ എന്ന പേരിനുമപ്പുറം നാം എന്നാണ് ഒരുമിച്ച് പറയുക, ഇനിയും ഇത് ആവർത്തിച്ചുകൂടാ എന്ന്, ഇനിയും ഇത് ആവർത്തിച്ചുകൂടാ എന്ന്. ശാഖകളില്ലാത്ത ജീവിതം വാർന്നൊലിക്കും ഹൃദയജാലകം ചേർത്തടച്ചു യാത്രയായെന്നോ, ചോര ചിതറിയ ചാലിൽ നീ വീണുടുങ്ങിയെന്നോ. ഒന്നും മാറ്റിമറിക്കാൻ നമുക്കാവില്ല, എങ്കിലും ഒരു ശ്രമം. എങ്ങനെയാ നീ ശരിയാണെന്ന് മറ്റുള്ളവരെ നീ ബോധ്യപ്പെടുത്തുക? ഇവൻ പറഞ്ഞു ഉള്ളിലൊരു കനലും കൊണ്ടാണ് നീ നടക്കുന്നതെന്ന്. ഇറ്റ് ഈസ് ദ ഫണ്ണി തിങ് അബൌട്ട് ലൈഫ്. If you refuse to accept anything but the best, you very often get it. ഞാൻ ഒരേ സമയം മരണത്തെ പ്രണയിക്കുകയും മാറ്റി ഓടിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൽ മരിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ ജീവിക്കാനാ പാട്. But very difficult to live. In this life, it is very easy to die, but very difficult to live. വാക്കുകൾക്കിടയിലേക്ക് മൗനം കടന്നു വരുമ്പോൾ വല്ലാത്തൊരു സംഗീതമുണ്ട്. കേൾക്കാനാകുന്നുണ്ടോ നിനക്ക്? അവന്റെ കവിതകൾക്ക് ഞാൻ തന്നെ മുഖക്കുറിപ്പ് എഴുതണമെന്ന് എന്തിനാണ് അവൻ നിർബന്ധം പിടിച്ചത്? സ്വപ്നങ്ങളുടെ മുറിഞ്ഞ വേരുകളാൽ വിറയ്ക്കുന്ന കൂറ്റൻ ആൽമരങ്ങളും കത്തിയാളുന്ന സൂര്യനും അനാഥരാകുന്ന വഴിയാത്രികരും അവന്റെ കവിതകളെ ഇരുട്ടിലേക്ക് മുളപ്പിച്ചിരുന്നു. അത് ഞാൻ അറിഞ്ഞിരുന്നു. അവന്റെ അറിവുകൾ എന്റെ ആത്മഹത്യകളാണോ? എന്താണോ നിനക്ക് പറ്റിയത്? എല്ലാ നിറങ്ങളും മരണത്തിലേക്ക് ചുരുങ്ങാണ്. മാനവരാശിയുടെ ചെറിയൊരു അംശം മാത്രമാണ് ഞാനും നീയുമൊക്കെ. ചുറ്റുപാടും ശവങ്ങൾ മാത്രം, ആരുടേതെന്നറിയാത്ത അത്രയ്ക്ക്. പേരുകൾ നഷ്ടപ്പെട്ടവ, അടയാളങ്ങൾ നഷ്ടപ്പെട്ടവ, ആരുടെയാണ് അതൊക്കെ? കടം കയറിയ കർഷകന്റെയോ, വിശ്വാസം പോയ വിദ്യാർത്ഥികളുടെയോ, പ്രണയം തകർന്ന പെൺകുട്ടികളുടെയോ, നിയമം പീഡിപ്പിച്ച വിദ്യാർത്ഥികളുടെയോ, ഒന്നുമല്ലെങ്കിൽ പരാജയപ്പെട്ട ഒരു തലമുറയുടേതോ? ജീവിതം ചെറുതാണെങ്കിലും ആത്മാവിനോടകം തന്നെ ഏറ്റുവാങ്ങിയ സമൂഹ രാഷ്ട്രീയ തകർച്ച, വ്യക്തി എന്ന നിലയിൽ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ, ഒരുപക്ഷെ ഇതൊക്കെ നിന്നെക്കാളേറെ ഞാൻ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പരസ്പരമുള്ള ഉത്തേജനത്തിലൂടെ കുറേയൊക്കെ പിടിച്ചു നിൽക്കാമെന്ന് ചിലപ്പോഴൊക്കെ ആഗ്രഹിച്ചു പോവാണ്. നമ്മുടെ തലമുറയ്ക്ക് നഷ്ടപ്പെടുന്നത് തന്നെ കമ്മിറ്റ്മെന്റ്, സിൻസിയാരിറ്റി. ഒരു ദിവസം എൻ്റെ രാജ്യത്തെ അരാഷ്ട്രീയ ബുദ്ധിജീവികൾ
ഏറ്റവും ദരിദ്രരായ ജനങ്ങളാൽ ചോദ്യം ചെയ്യപ്പെടും. ഏകാന്തവും ചെറുതുമായ ഒരു ജ്വാല പോലെ എന്റെ രാജ്യം ക്രമേണ മരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവർ നമ്മളോട് ചോദിക്കും, നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ എവിടെയായിരുന്നു? കേട്ടു വളർന്ന കഥകളുണ്ട് മനസ്സിൽ. അച്ഛനിൽ നിന്ന് മറ്റും കവിതയും രാഷ്ട്രീയവും അറിവുമൊക്കെ തിളച്ചമറിഞ്ഞ കാലം. കേട്ടറിവുകൾ. എനിക്കെന്തോ ഈ തലമുറയ്ക്ക് ജനതയുടെ നാണം കെട്ട തോൽവിയുടെ കഥ മാത്രമേ പറയാനുള്ളൂ. എനിക്കറിയാം ഞാൻ അടയാളപ്പെടുത്തേണ്ടത് എന്റെ കാലത്തെയാണ്, എനിക്കറിയാം. പക്ഷേ നമ്മുടെയൊക്കെ ഒരു കാലം അങ്ങനെയൊന്നുണ്ടോ? നമ്മൾ ജനിച്ച കാലമോ, വളരുന്ന കാലമോ, മരിക്കാൻ പോകുന്ന കാലമോ? ചിലപ്പോ കേൾക്കാം അഗ്നിജ്വാലകൾ നക്കി തുറച്ച ആത്മാക്കൾ, പ്രതിഷേധങ്ങളിൽ മുടങ്ങിപ്പോയവരുടെ നിലവിളി, പോയ കാലങ്ങളുടെയൊക്കെ ചൂണ്ടുവിരലുകൾ എന്റെ നേർക്കു വരും പോലെ. ഇരുവശങ്ങളിലാണ് എല്ലാവരും. ചിന്തയുടെ ഭാരം പേറിയവർ ഒരു വശത്ത്, ആഡംബരങ്ങളുടെ വെളിച്ചം കൊണ്ട് കണ്ണു കാണാതെ അവർ മറുവശത്ത്. ഒന്നിനും കഴിയാത്തവരുണ്ട്. കാൽപ്പനിക സങ്കല്പങ്ങൾക്കിടയിൽപ്പെട്ട് കുറ്റബോധം കൊണ്ട് നടക്കുന്നവർ, ഒറ്റപ്പെടുന്നവർ. അവരാണ് അധികവും. ഒരിക്കൽ എന്റെ കവിതകൾക്ക് നീ മുഖക്കുറിപ്പെടുത്തും. ഞരമ്പുകളിൽ മരണത്തിന്റെ തണുപ്പരിച്ചിറങ്ങിയ ഒരു കാലത്തിലിരുന്ന് ഞാനത് വായിക്കും. എനിക്ക് ഈ സിസ്റ്റത്തിൽ നിന്ന് പുറത്തു ചാടിയേ പറ്റൂ. ജീവിക്കുന്നവരിൽ തന്നെ ഒരു വിഭാഗം വ്യവസ്ഥാപിത മൂല്യങ്ങളോടും സംസ്കാര വ്യവസായത്തോടും സന്ധി ചെയ്ത് ആത്മഹത്യ ചെയ്യുന്ന ഈ കാലത്ത് എനിക്ക് എന്നെ അടയാളപ്പെടുത്തണം. പറയടാ, നീയാണെങ്കിൽ എന്തു ചെയ്യും? പറയേ. നീ ഒരിക്കലും ഞാനാവില്ല. എനിക്ക് നീയാവാനും പറ്റില്ല. Seeds of resistance. മുറിച്ച് മാറ്റും ഞാൻ എന്നെ എല്ലാവരിൽ നിന്നും. ഞാൻ തെറ്റായിരുന്ന പരാജയം കൊണ്ടല്ല, എൻ്റെ ചുറ്റുപാടുകൾ ശരിയായിരുന്നില്ല എന്ന തിരിച്ചറിവിൻ്റെ വിജയം കൊണ്ട് മുറിച്ച് മാറ്റും ഞാൻ. അമൽ, അമൽ, നമ്മുടെ സാഹിർ, നമ്മുടെ സാഹിർ, അവൻ നമ്മെ വിട്ടു പോയി. അവൻ പോയി, അവൻ പോയി, അവൻ നമ്മെ വിട്ടുപോയി. സ്വപ്നദൃശ്യങ്ങളിൽ പ്രേതങ്ങൾ ഭസ്മപത്രങ്ങളിൽ മുഖം മൂടി തീർത്തെന്നോ, അതിൽ നാം ഇരുവരും വെറും പേരുകൾ മാത്രമായെന്നോ. കെട്ടടങ്ങാത്ത ചിതയിലേക്കു നീ എന്റെ ചോദ്യങ്ങളെ തപിപ്പിച്ചുണർത്തിയോ, നിദ്രയിലേക്കു നീ നീന്തി കയറിയോ. വരികയായോ നിദ്ര ഉണർച്ചയും, ബോധതീരങ്ങളിൽ എന്റെ ജന്മനക്ഷത്രമായി നീ പുനർജനിക്കുമെന്നോ. വരികയായോ നിദ്ര ഉണർച്ചയും, ബോധതീരങ്ങളിൽ എന്റെ ജന്മനക്ഷത്രമായി നീ പുനർജനിക്കുമെന്നോ.